ജയൻ മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ. സാഹസികതയെ പ്രണയിച്ച ജയൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 36 വർഷം പിന്നിടുന്നു. 124ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ജയനെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത 10 കാര്യങ്ങൾ. നേവിയിൽ ജോലി ചെയ്തിരുന്ന കൃഷ്ണൻ നായർ എന്ന ജയൻ പതിവായി സഞ്ചരിച്ചിരുന്നത് ഇരുചക്ര വാഹനമായ ജാവയിലായിരുന്നു. അതുകൊണ്ട് ജയന്റെ സുഹൃത്തുക്കൾ ജയനെ വിളിച്ചിരുന്നത് ജാവ നായർ എന്നായിരുന്നു. ജയന്റെ ബന്ധുവായ ജയഭാരതിയായിരുന്നു സംവിധായകൻ ഹരിഹരന് ജയനെ പരിചയപ്പെടുത്തിയത്. ഹരിഹരന്റെ പഞ്ചമിയും ശരപഞ്ചരവുമായിരുന്നു ജയന്റെ കരിയറിൽ ബ്രേക്ക് സമ്മാനിച്ചത്. ജയന്റെ അവസാന ചിത്രവും മരണത്തിന് കാരണവുമായ കോളിളക്കത്തിൽ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്ന രംഗം അക്കാലത്തെ അമിതാഭ് ബച്ചന്റെ ഹിന്ദി ചിത്രങ്ങളായ ദോസ്താന, സുഹാഗ് എന്നീ ചിത്രങ്ങളിലുണ്ടായിരുന്നു. ഇതായിരുന്നു ജയന് പ്രചോദനമായത്. ചന്ദ്രഹാസത്തിൽ 300 അടി ഉയരമുള്ള ക്രെയിനിൽ തൂങ്ങുന്ന രംഗവും ഇരുമ്പഴികളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിക്കിടയിലൂടെ പിടിച്ചു തൂങ്ങുന്ന രംഗവും അറിയപ്പെടാത്ത രഹസ്യങ്ങളിൽ ആനയുമായുള്ള മൽപ്പിടുത്തവും ശക്തിയിലും പുതിയ വെളിച്ചത്തിലും ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്ന രംഗവുമെല്ലാം ജയനെ അപകടത്തിന്റെ വക്കോളം എത്തിച്ചിരുന്നു. ക്യാമറാമാൻ ജെ വില്യംസ് ജയനെ നായകനാക്കി ഒരു ആക്ഷൻ ചിത്രം എടുക്കാൻ ജയന്റെ സ്റ്റണ്ട് രംഗങ്ങൾ മാത്രം ചിത്രീകരിച്ചു വെച്ചിരുന്നു. ഒടുവിൽ ബേബി സംവിധാനം ചെയ്ത അഭിനയം എന്ന ചിത്രത്തിന്റെ വിതരണക്കാർ ഈ സ്റ്റണ്ട് രംഗങ്ങൾ വിലയ്ക്ക് വാങ്ങി അഭിനയം എന്ന ചിത്രത്തിന്റെ കൂടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. 124ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ജയൻ ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെട്ട ഏക ചിത്രമാണ് ബെൻസ് വാസു. ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യം, അഗ്നിശരം, കോളിളക്കം എന്നീ ചിത്രങ്ങൾ ജയന്റെ വിയോഗത്തിന് ശേഷം ഡൂപ്പിനെ വെച്ചായിരുന്നു ചിത്രീകരിച്ചത്. ജെ മഹേന്ദ്രൻ 1979 സംവിധാനം ചെയ്ത പൂട്ടാത്ത പൂട്ടുകൾ എന്ന ഒരേ ഒരു തമിഴ് ചിത്രത്തിൽ മാത്രമാണ് ജയൻ അഭിനയിച്ചത്. ജോഷി സംവിധാനം ചെയ്ത മൂർഖൻ എന്ന ചിത്രമായിരുന്നു ജയന്റെ മരണശേഷം ആദ്യം റിലീസായ ചിത്രം. ജയന്റെ അന്ത്യയാത്രയുടെ ഒരു റീൽ ചിത്രത്തോടൊപ്പം പ്രദർശിപ്പിച്ചിരുന്നു. ജയൻ നായകനായി ഷൂട്ടിംഗ് പൂർത്തിയായിട്ടും റിലീസ് ചെയ്യാത്ത ഒരേ ഒരു ചിത്രമാണ് പഞ്ചപാണ്ഡവർ.